കൃഷി ചെയ്യുന്നതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തി പോലെ തന്നെ പ്രധാനമാണ് കർഷകന് കൃഷിയിൽ നിന്നുള്ള വരുമാനം. വൻതോതിൽ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടും അതേ അളവിൽ ലാഭം കൊയ്യാൻ പലർക്കും കഴിയാറില്ല. വിപണികളിൽ ഉൽപ്പന്നം സുലഭമാകുകയും വിലയിടിയുകയും ചെയ്തേക്കാം. എന്നാൽ മലയാളികളുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ലക്ഷ്യമാക്കിക്കൊണ്ട് നടീൽ സമയം ക്രമീകരിച്ചാൽ കർഷകർക്ക് ലാഭം ഉറപ്പാണ്. വാഴപ്പഴങ്ങളില്ലാതെ കേരളീയരുടെ ഒരു ആഘോഷവും പൂർണ്ണമാകില്ല എന്നതിനാൽ തന്നെ ലാഭം ഉറപ്പാക്കുന്ന കൃഷിയായി മാറുകയാണ് നേന്ത്രവാഴ. നേന്ത്രവാഴ കൃഷി നല്ല ലാഭം തരുമെന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് വാഴക്കൃഷി ചെയ്യുന്നവർ മിക്കവാറും എല്ലാ ജില്ലകളിലുമുണ്ട്. കൃഷിയിലേക്ക് ആദ്യമായി കടന്നുവരുന്ന പുത്തൻകുട്ടി കർഷകൻ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നേന്ത്രവാഴ കൃഷി തന്നെ. വിളവെടുപ്പ് കൃത്യമായി കണക്കുകൂട്ടാനുള്ള സൗകര്യവും ചിട്ടയായി പാലിക്കാവുന്ന കാർഷിക മുറകളും സീസണിനുമപ്പുറം നിലയ്ക്കാത്ത മാർക്കറ്റ് ഡിമാൻഡും ഒക്കെ ഇതിന്റെ പ്രേരക ഘടകങ്ങളാകാം. നാലു പതിറ്റാണ്ട് നീണ്ട ഉത്തരേന്ത്യൻ ജീവിതത്തിനു ശേഷം റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാൻ നാട്ടിലെത്തിയ തുളസീധരൻ തിരഞ്ഞെടുത്ത ജീവനമാർഗം സ്വാഭാവികമായും നേന്ത്രവാഴ കൃഷിയുടേതായിരുന്നു. ചരിത്രമുറങ്ങുന്ന നിലമ്പൂരിനടുത്തുള്ള മമ്പാട് എന്ന ഗ്രാമത്തിൽ സ്വന്തമായ 9 ഏക്കർ വാഴകൃഷിയിടത്തിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ് കെ തുളസീധരൻ. നാട്ടിലേക്ക് തിരിച്ചെത്തിയ അങ്ങേക്ക് ഒരുപാട് മാർഗങ്ങൾ അവലംബിക്കാമായിരുന്നു. എന്നാലും താങ്കൾ കൃഷി എന്നൊരു മാർഗത്തിലേക്ക് കടന്നു വന്നു. എന്താണ് താങ്കൾക്ക് ഇതിന് പ്രചോദനമായത്? ഇതിനു മുൻപ് ഈ സ്ഥലത്ത് റബ്ബറായിരുന്നു കൃഷി. റബ്ബർ മുറിച്ചു മാറ്റിയതിന് ശേഷം മറ്റെന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് 1 വർഷം പാഴായി. അതിനുശേഷമാണ് വാഴക്കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. വാഴക്കൃഷി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ലാഭകരവും കൂടിയാണ് എന്നുള്ളതാണ് ഇതിന് പ്രചോദനമായത്. പ്രകൃതിയോട് ഇണങ്ങി എന്തെങ്കിലും ചെയ്ത് അധ്വാനിക്കുക എന്നുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സുഖവും സമാധാനവും സന്തോഷവും ഇതിന് പ്രചോദനമാണ്. ആദ്യവർഷ കൃഷിയിലെ അനുഭവങ്ങൾ വരും കാലത്തേക്കുള്ള പാഠങ്ങളായിട്ടാണ് തുളസീധരൻ സ്വീകരിച്ചത്. ആ പാഠങ്ങളാകട്ടെ 12,000 വാഴ കൃഷി ചെയ്യുകയെന്ന ധീരമായ തീരുമാനമെടുക്കാനുള്ള കരുത്തായി മാറുകയും ചെയ്തു. അതിനുവേണ്ട മുതൽ മുടക്കും അധ്വാനവും ചെലവാക്കുമ്പോൾ കൃഷിരീതികൾ തികച്ചും ശാസ്ത്രീയമാകണമെന്ന തിരിച്ചറിവായിരുന്നു ഈ പുത്തൻ കർഷകന്റെ കാൽവയ്പുകൾക്ക് ബലം പകർന്നത്. ഈ തോട്ടത്തിൽ ഇപ്പോൾ നമുക്ക് തുള്ളിനന സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിന്റെ പ്രവർത്തന രീതി ഒന്ന് വ്യക്തമാക്കാമോ? പറയാം. ഇവിടെ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ്, തുള്ളിനനയാണ് ചെയ്തിട്ടുള്ളത്. 4 കിണറുകളിൽ നിന്ന് വൈദ്യുതി മോട്ടോർ ഉപയോഗിച്ച് പൈപ്പ് ലൈനിൽ വെള്ളം ഡയറക്റ്റ് പമ്പ് ചെയ്ത് ഓരോ വാഴയുടെ കുഴികളിലും ഡ്രിപ്പുകൾ എത്തിക്കുകയാണ്. അതിൽ കൂടി ആവശ്യമായിട്ടുള്ള വെള്ളം വീഴുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി അത്രയും സമയം മോട്ടോർ റൺ ചെയ്യുകയാണ് ചെയ്യുക. വെള്ളത്തിൻ്റെ നന ഓരോ ആവശ്യാനുസരണം ഈ ട്രിപ്പിൽ കൂടിയാണ് ചെയ്യുന്നത്. ട്രിപ്പിൽ കൂടി തന്നെ ഫെർട്ടിഗേഷനും രാസവളങ്ങളിൽ യൂറിയ, പൊട്ടാഷ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നതാണ്, ലയിക്കുന്നതാണ്. അത് അടിവളം ഇട്ടതിന് ശേഷമുള്ള വളങ്ങളിലെല്ലാം, വളപ്രയോഗങ്ങളിലെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് ഫെർട്ടിഗേഷനിൽ കൂടി. രണ്ടാമത്തെ പകുതി ഈ ഫോസ്ഫറസിൻ്റെ രാജ്ഫോസ് വളം ഒരു 40ാമത്തെ ദിവസം നടിയലിന് ശേഷം 40ാമത്തെ ദിവസം ഇട്ടുകൊടുക്കും ചുവട്ടിൽ. പിന്നെ വളപ്രയോഗങ്ങൾ ഫെർട്ടിഗേഷനിൽ കൂടിയാണ്.
ചരിവുള്ള ഭൂമിയായതുകൊണ്ട് നനയ്ക്കുമ്പോൾ ഒട്ടേറെ വെള്ളം പാഴായി പോകുമെന്ന അറിവും തുള്ളി നനയിലൂടെ ചെടിക്ക് വേണ്ട പോഷകങ്ങളെല്ലാം നൽകാൻ കഴിയുന്ന ഫെർട്ടിഗേഷൻ രീതിയെക്കുറിച്ചുള്ള മതിപ്പുമാണ് തന്റെ തോട്ടത്തിൽ മുഴുവൻ മികച്ച ആ പരിപാലന രീതി പരീക്ഷിക്കുവാൻ തുളസീധരന് പ്രേരകമായത്. വാഴ നടുന്ന സമയത്തുള്ള അടിവള പ്രയോഗം ഒന്ന് വ്യക്തമാക്കാമോ? വാഴ നടുമ്പോൾ 200 ഗ്രാമോളം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, ട്രൈക്കോഡെർമ കൾച്ചർ ചെയ്ത് അതും ആയി 2 കിലോയോളം, എല്ലാത്തിനും കൂടി മിക്സ് ചെയ്ത് 2 കിലോയോളം അടിവളമായി ഇടും. ഫിഷ് അമിനോ ആസിഡ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്തിട്ടുണ്ട്. പഞ്ചഗവ്യം 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പഞ്ചഗവ്യം ഇവിടെ ഞങ്ങൾ നേരിട്ട് തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചാണകം, ഗോമൂത്രം, നെയ്യ്, തൈര്, പാല്, തേങ്ങവെള്ളം, ശർക്കര, പാളയംകോടൻ പഴം ഇതെല്ലാം മിശ്രിതം കൂട്ടി 20-ലേറെ ദിവസം പുളിപ്പിച്ച് ഇട്ട ശേഷമാണ് അരിച്ചെടുത്തിട്ടുള്ളത്. അത് 2 പ്രാവശ്യം കൊടുത്തിട്ടു. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്ററിൽ 33 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ചോട്ടിൽ ഒഴിക്കുകയും ചിലപ്പോൾ ഫെർട്ടിഗേഷൻ വഴിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണ് പരിശോധന ഇടയിൽ കിട്ടിയിട്ടുള്ള ശുപാർശയുടെ പകുതിയോളം ഫോസ്ഫറസ് അത് രാജ്ഫോസ് പകുതിയോളം ഇടും. ഇവിടെ രാജ്ഫോസ് 675 ഗ്രാം ഒരു വാഴയ്ക്ക് ആവശ്യമാണെന്നാണ് ശുപാർശ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി 335 ഗ്രാമോളം നടുന്ന സമയത്ത് തന്നെ അടിവളമായിട്ടിടും. അതിന് മുമ്പായിട്ട് പുളിപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 500 ഗ്രാമോളം ഡോളമൈറ്റ് ഇതിടേണ്ടത്. കുമ്മായമോ ഡോളമൈറ്റാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചത്. അടിസ്ഥാനമായി ജൈവ കൃഷി മാർഗമാണ് ഈ കർഷകന് പ്രിയമെങ്കിലും കൃഷിയിലെ കന്നിക്കാരൻ എന്ന നിലയിൽ അടിവളമായ ജൈവവളങ്ങൾക്കു ശേഷം മേൽവളമായി അല്പം യൂറിയയും പൊട്ടാഷും ഫെർട്ടിഗേഷനിലൂടെ നൽകുന്നത് മണ്ണ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യൂറിയ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഈ 2 രാസവളങ്ങളാണ് ഫെർട്ടിഗേഷനിൽ കൂടി കൊടുക്കുക. ഇത് രണ്ടും ഒരു 12 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിരുന്നാൽ വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കുന്നതാണ്. അത് കൂടുതൽ വെള്ളം ചേർത്ത് വെഞ്ചുറി എന്ന സംവിധാനം വഴി പൈപ്പ് ലൈനിൽ നേരിട്ട് ഫീഡ് ചെയ്യുകയാണ്. അത് ഓരോ ട്രിപ്പറിൽ കൂടി ഓരോ വാഴയ്ക്കും യഥാസമയം കൊടുക്കുന്നതനുസരിച്ച് എത്തിച്ചേരുന്നതായിരിക്കും. ഓരോ വാൽവിലും എത്ര വാഴയുണ്ടെന്നും അതനുസരിച്ച് അതിനത്ര ക്വാണ്ടിറ്റി അളവ് യൂറിയയും പൊട്ടാഷ്യം കിട്ടണമെന്നും കണക്കാക്കി അതിനനുസരിച്ച് വെള്ളത്തിൽ ചേർത്ത് ആ വെള്ളം ആ വാൽവിൽ ഫീഡ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡോളമൈറ്റ്, വേപ്പിൻ പിണ്ണാക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ് മുതലായത് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്നും എറണാകുളത്ത് കെവിക്കയുടെ സെയിൽസ് ഔട്ട്ലെറ്റിൽ നിന്നും ഒക്കെ ലഭ്യത അനുസരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് രാസവളങ്ങൾ യൂറിയ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, രാജ്ഫോസ് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. കാറ്റുള്ള ഈ മലയോര പ്രദേശത്ത് കാലവർഷക്കെടുതിയിലോ കുലയുടെ ഭാരം കൊണ്ടോ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പരമ്പരാഗതമായ താങ്ങുകാലുകൾ കൊടുക്കാൻ വേണ്ട ചിലവ് കണക്ക് കൂട്ടിയപ്പോൾ ഭീമമായ ഒരു തുക വേണ്ടിവരുമെന്ന് മനസ്സിലായി. തൊഴിൽ കൊണ്ട് എഞ്ചിനീയറായിരുന്ന തുളസീധരന്റെ പുത്തൻ ഡിസൈനിലൂടെ ഏറ്റവും കുറവ് നീളം ഉപയോഗിച്ചുള്ള വള്ളിക്കയർ താങ്ങുകൾ വാഴത്തോട്ടത്തിൽ ഒന്നുപോലും ഒടിഞ്ഞു വീഴാതെ കാത്തു സൂക്ഷിക്കുന്ന കാഴ്ച സന്ദർശകർക്ക് പുത്തൻ പാഠങ്ങൾ നൽകുന്നു. ഒറ്റക്കുഴിയിൽ ത്രികോണാകൃതിയിലുള്ള നടീലിന്റെ മെച്ചങ്ങൾ ഒട്ടേറെയാണെന്ന് കൃഷിയിലെ ബാലപാഠങ്ങളിൽ ഇപ്പോഴും വിദ്യാർത്ഥിയാണെങ്കിലും അനുഭവം കൊണ്ട് തുളസീധരന് ആത്മവിശ്വാസത്തോടെ വിവരിക്കാനാകും. ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ശാസ്ത്രലോകത്ത് പുതിയ തലങ്ങളിലും പ്രദേശത്തിനനുസരിച്ച് നൽകിയ ഭേദഗതികളാണ് ഈ പുത്തൻ കർഷകന്റെ എഞ്ചിനീയറിംഗ് വൈഭവം പ്രകടമാക്കുന്നത്. സാധാരണ രീതിയിൽ ഒരേക്കറിൽ 1000 വാഴയോളമാണ് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. അതിനു പകരമായി ഇവിടെ ഒരേക്കറിൽ 1800ഓളം വാഴകൾ നടാനും
കൃഷി ചെയ്ത് വിളവെടുക്കാനും സാധിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു രീതി താങ്കൾ ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്? 12 അടി അകലത്തിൽ ഓരോ വരിയിലും 8 അടി അകലം വീതമുള്ള 4 അടി വ്യാസത്തിലുള്ള കുഴികളിൽ 3 വാഴക്കന്നുകൾ ത്രികോണാകൃതിയിൽ നടുന്നു. വരികൾ തമ്മിൽ 12 അടിയും വരികളിൽ കുഴികൾ തമ്മിൽ 6 അടി അകലവും 6 അടി അകലത്തിലുള്ള കുഴികളിൽ 3 ത്രികോണാകൃതിയിൽ ഇത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരേക്കറിൽ 1800 വാഴകൾ നടാൻ സാധിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ 1000 വാഴ നടുമ്പോൾ 1000 കുഴികളിൽ വെള്ളവും വളവും എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഈ ഹൈ ഡെൻസിറ്റിയിൽ 600 കുഴികൾ മാത്രമേ ഉള്ളൂ. 600 കുഴികളിൽ വെള്ളവും വളവും എത്തിച്ചാൽ മതി. അതുകൊണ്ട് അധ്വാനം കുറഞ്ഞു വരുന്നു. വളത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവും സാധാരണ രീതിയിൽ 1000 എണ്ണത്തിന് ഓരോന്നിനും കൊടുക്കുന്നതിനേക്കാൾ കുറവ് കൊടുത്താൽ മതി. ഒരെണ്ണത്തിന് വീതം ഒരു 70-80%. ഉൽപ്പാദനത്തിലും സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു 80% ഉൽപ്പാദനം കിട്ടിയാലും എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഇത് കൂടുതൽ ചെലവും അധ്വാനവും കുറച്ചിട്ട് വരുമാനം കൂടുതൽ കിട്ടാനുള്ള ഒരു കൃഷി രീതിയാണ്. കുല വെട്ടിക്കഴിഞ്ഞാൽ വാഴത്തടയെല്ലാം വെട്ടിയെരിഞ്ഞ് വരും കാലത്തേക്കുള്ള കമ്പോസ്റ്റ് ആക്കുന്നത് വഴി പൊട്ടാഷ് വളങ്ങൾ ചേർക്കുന്നതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തുളസീധരൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ 12000 വാഴയിൽ നിന്നുള്ള കുടപ്പൻ, കൂമ്പ്, വാഴപ്പിണ്ടി എന്നിവയൊക്കെ ഒട്ടേറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണെങ്കിലും അവയ്ക്ക് എങ്ങനെയാണ് വിപണിയുണ്ടാക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഈ കർഷകൻ. തുളസീധരൻ വാഴത്തോട്ടത്തിൽ നിന്ന് വിഷമില്ലാത്ത പഴമാണെന്നതിനാൽ മാർക്കറ്റിന്റെ വാതിലുകൾ തനിയെ തുറക്കുകയാണ്. ഈ വാഴക്കുലകൾ എങ്ങനെയാണ് താങ്കൾ വിപണനം ചെയ്യുന്നത്? BFPCK വഴി വിപണനം ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. പിന്നെ പ്രാദേശികമായിട്ടുള്ള ചെറുതും വലുതുമായ കച്ചവടക്കാർ ഇവിടെ വന്ന് നേരിട്ടും കുലകൾ വെട്ടി തൂക്കം കൊണ്ട് കൊണ്ടുപോകാറുണ്ട്. മലയാളികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണവും ഒപ്പം മനസമാധാനവും ഉണ്ടാകാൻ ഒട്ടേറെ തുളസീധരന്മാർ ഇനിയും ഇന്നാട്ടിൽ ഉണ്ടാകുമെന്ന് ആശിക്കാം. ട്യൂബർ ഫുഡ് ഫെസ്റ്റ് 2015 തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനം വിവിധ സംസ്ഥാനങ്ങളിലെ കിഴങ്ങുവർഗ വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിലേക്ക് ട്യൂബർ ഫുഡ് ഫെസ്റ്റ് 2015 തിരുവനന്തപുരം കനകക്കുന്നിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ സംരംഭത്തെപ്പറ്റി ട്യൂബർ ഫെസ്റ്റ് 2015 കൺവീനറും സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോജക്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ ജെയിംസ് ജോർജ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിൻ്റെയും കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെയും കേരള ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റെയും ആഭിമുഖ്യത്തിൽ നവംബർ മാസം 24-25 തീയതികളിൽ കനകക്കുന്ന് കൊട്ടാര വളപ്പിൽ വെച്ച് ഒരു ട്യൂബർ ഫെസ്റ്റ് 2015 എന്ന പേരിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തമായ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് ഇത്യാദി വിളകളുടെ വിഭവങ്ങൾ മറ്റ് എക്സിബിഷനിൽ വെച്ചൊക്കെ ഫുഡ് സ്റ്റോളുകളിൽ സാധാരണ കിട്ടാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള
ഈ പറഞ്ഞ കിഴങ്ങുവർഗ വിളകളുടെ വിഭവങ്ങൾ, അതിൻ്റെ ഒരു എക്സിബിഷനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് നമ്മൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പുഴുങ്ങി തിന്നാറാണുള്ളത്. കപ്പ, കാച്ചിൽ, ചേന ഇവയൊക്കെ തനിച്ചോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ പുഴുങ്ങി തിന്നുന്ന ഒരു സമ്പ്രദായം വളരെ പണ്ട് മുതൽ തന്നെ കേരളത്തിലുണ്ട്. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയല്ല. പല സംസ്ഥാനങ്ങളിലും പല രീതികളിലാണ് കിഴങ്ങുവർഗ്ഗങ്ങളുടെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു സ്റ്റേറ്റിൽ ഉള്ള കിഴങ്ങുവർഗ്ഗ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സംരംഭകർക്ക് മറ്റ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, അവരെങ്ങനെയാണ് പാചകം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഒരു പൊതു അറിവ്, ഒരു വിജ്ഞാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഈസ്റ്റേൺ UP, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ കിഴങ്ങുവർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ചേനയാണ്. ചേന, ചേമ്പ്, ഈ രണ്ട് വിളകളാണ് ഏറ്റവും കൂടുതലായിട്ട്. അതോടൊപ്പം തന്നെ മധുരക്കിഴങ്ങും. ഇതിൽ ചേനയ്ക്ക് പല വിധത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ബീഹാറിൽ നിന്ന്, പട്നയിൽ നിന്ന് ഒരു ചൗധരി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് 72 ഇനങ്ങൾ ചേനയിൽ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു എക്സിബിറ്റ്സും ഇതിനോടൊപ്പം ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ പ്രത്യേകിച്ചും ഗുജറാത്ത്, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ശീമച്ചേമ്പ് അല്ലെങ്കിൽ പാൽച്ചേമ്പിൽ നിന്നുള്ള നല്ല വിഭവങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കാത്ത പ്രത്യേക ഉൽപ്പന്നങ്ങൾ, വിഭവങ്ങൾ അവരുണ്ടാക്കാറുണ്ട്. പത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രിപ്പറേഷനുണ്ട്. അത് വിദേശത്തോട്ട് അവർ കയറ്റുമതി വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാത്ത, കേരളത്തിലെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ധാരാളം വിഭവങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്ന് ഈ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ഈ എക്സിബിഷൻ നിമിത്തം കേരളീയർക്കായ അല്ലെങ്കിൽ കേരളീയരായ നമുക്ക് അത് വളരെയധികം പ്രയോജനമുണ്ടാകും. നമ്മുടെ നിലവിലുള്ള നാടൻ പ്രിപ്പറേഷൻ്റെ അപ്പുറത്തായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ വിഭവങ്ങൾ അവരതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പഠിക്കുവാനും പരിശീലിക്കുവാനുമുള്ള ഒരു നല്ല വേദിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അവിടെ ഓരോ സ്റ്റോളിലും അവരുടെ റെസിപ്പി എക്സിബിറ്റ് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചാർട്ട് അവിടെ ഉണ്ടായിരിക്കും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्घाटन किया जा रहा है। SCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരാർ വ്യവസ്ഥയിൽ കോഴി വളർത്തൽ പദ്ധതി. കൃഷി വിജ്ഞാന കേന്ദ്രം ഫിഷറൈസർ എന്ന പേരിൽ ജൈവവളം പുറത്തിറക്കി. വിശദമായ വാർത്തകളിലേക്ക്. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടിയുള്ള കോഴി വളർത്തൽ സംരംഭത്തിൽ പങ്കാളികളാകാൻ കർഷകരിൽ നിന്നും പൌൾട്രി കോർപ്പറേഷൻ അപേക്ഷ ക്ഷണിച്ചു. 2000 ചതുരശ്ര അടിയുള്ള കൂടുകൾ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഇറച്ചിക്കോഴി, മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ പൌൾട്രി കോർപ്പറേഷൻ നൽകും. വളർത്തി കോഴികളെ തിരിച്ചെടുക്കുന്ന സമ്പ്രദായത്തിലൂടെ ഇറച്ചിക്കോഴി കിലോയ്ക്ക് 4 രൂപയും മുട്ടക്കോഴി ഒന്നിന് 4 രൂപയും പ്രതിഫലമായി നൽകും. 2000 ചതുരശ്ര അടി വലുപ്പമുള്ള കൂട്ടിൽ 2000 ഇറച്ചിക്കോഴികളെയോ 4000 മുട്ടക്കോഴികളെയോ വളർത്താം. കോഴിത്തീറ്റ, മരുന്ന് എന്നിവ കോർപ്പറേഷൻ നൽകും.
ഇറച്ചിക്കോഴി കോബ് 400 ഇനത്തിൽപ്പെട്ടതും മുട്ടക്കോഴി ഗ്രാമപ്രിയയുമാണ്. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0471 2 478 585. ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ആടുവളർത്തലിൽ 2 ദിവസത്തെ പരിശീലനം നൽകുന്നു. നവംബർ 23, 24 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് 0479 2 449 268 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം കടൽ മത്സ്യങ്ങളുടെ അവശിഷ്ടം ഉപയോഗിച്ച് ഫിഷിലൈസർ എന്ന പുതിയ ജൈവവളം പുറത്തിറക്കി. മത്സ്യാവശിഷ്ടത്തെ ചകിരിച്ചോറുമായി കലർത്തിയാണ് ജൈവവളം തയ്യാറാക്കുന്നത്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ഫിഷിലൈസറിൽ ഉണ്ടായിരിക്കുമെന്ന് കൃഷിവിജ്ഞാന കേന്ദ്രം വെളിപ്പെടുത്തി. ഈ ജൈവവളം ചെടികളുടെ പൂവിടലിനെയും കായവളർച്ചയെയും വേഗത്തിലാക്കും. കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഫിഷിലൈസർ ജൈവവളം ലഭ്യമാണ്. ഗ്രോ ബാഗ് കൃഷിയിൽ അടിവളമായി 200 ഗ്രാമും തുടർന്ന് 15 ദിവസം ഇടവിട്ട് 50 ഗ്രാം വീതവും ചേർക്കാമെന്ന് കൃഷിവിജ്ഞാന കേന്ദ്രം ശുപാർശ ചെയ്യുന്നു. വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ നവംബർ 26, 27 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446 1 75827. തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം ഈ മാസം 24, 25 തീയതികളിൽ ട്യൂബർ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. 24-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം കനകക്കുന്നിലാണ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം. കർഷകർക്കും പാടശേഖര സമിതിക്കും സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി വിത്ത് ബാഗുകൾ നൽകുന്നു. ശുദ്ധീകരിച്ച വിത്ത് കിലോഗ്രാമിന് 21 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുക. വിത്ത് ബാഗ് പദ്ധതിയിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന പാടശേഖര സമിതികളും വ്യക്തികളും 25 രൂപ ചലാനടച്ച് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ട്രഷറിയിൽ ചെല്ലാൻ അടയ്ക്കേണ്ട ഹെഡ് 0401 00 80084. കട്ടക്കിലെ നാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ നെല്ലിനങ്ങൾ പുറത്തിറക്കി. സിആർ ധൻ 200, സിആർ ധൻ 201, 202, 203, 205, 206 എന്നിവയാണ് പുതിയ നെല്ലിനങ്ങൾ. 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 4 ടൺ നെല്ല് നൽകാൻ പര്യാപ്തമാണ് പുതിയ നെല്ലിനങ്ങൾ. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 9,900 രൂപ, കോഴിക്കോട് 10,800 രൂപ, തൃശൂർ 10,000 രൂപ. കൊപ്ര കൊച്ചി 6,715 രൂപ, കോഴിക്കോട് 7,150 രൂപ, തൃശൂർ 6,850 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 70,000 രൂപ, ഗാബിൾഡ് 72,000 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ബെസ്റ്റ് 20,500 രൂപ. മഞ്ഞൾ സേലം 8,800 രൂപ, ഈറോഡ് 9,000 രൂപ. അടയ്ക്ക 24,500 രൂപ മുതൽ 25,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, RSS 4ാം ഗ്രേഡ് 10,900 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, RSS 4ാം ഗ്രേഡ് 10,850 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 9,900 രൂപ, കൊപ്ര 6,715 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 70,000 രൂപ, ഗാബിൾഡ് 72,000 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,500 രൂപ മുതൽ 25,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 425 രൂപ വരെ. ജാതിപത്രി 550 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, RSS 4ാം ഗ്രേഡ് 10,900 രൂപ. ഒട്ടുപാൽ 6,500 രൂപ, ലാറ്റക്സ് 7,900 രൂപ. കമ്പോള അവലോകനം. ടെർമിനൽ വിപണിയിൽ കുരുമുളകിന്റെ ലഭ്യത കുറഞ്ഞത് വാങ്ങലുകാരിൽ ആശങ്കയുളവാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിത്യേന 20 ടൺ ചരക്ക് മാത്രമാണ് എത്തുന്നത്. ഇതിൽ ഏറിയ പങ്കും അന്തർ സംസ്ഥാന ഇടപാടുകാരും കയറ്റുമതിക്കാരും ശേഖരിച്ചു. ഗാബിൾഡ് കുരുമുളക് 72,000 രൂപ. ഔഷധ വ്യവസായികളും കയറ്റുമതിക്കാരും മഞ്ഞൾ സംഭരിച്ചു. മികച്ച ഇനം മഞ്ഞൾ 9,000 രൂപയിലാണ്. കേരളത്തിൽ ലഭ്യത കുറഞ്ഞതിനാൽ വാങ്ങലുകാർ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്ക് കണ്ടെത്തുകയാണ്.
മലബാർ മേഖലയിൽ കൊപ്രയ്ക്ക് ഡിമാൻഡ് ഉയർന്നത് വെളിച്ചെണ്ണയ്ക്ക് താങ്ങായി. കോഴിക്കോട് കൊപ്ര 7150 രൂപയിലാണ്. തമിഴ്നാട്ടിലെ കൊപ്രയാട്ട് മില്ലുകാരും രംഗത്തുണ്ട്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 10,000-ലേക്ക് ഉയരാനുള്ള ശ്രമത്തിലാണ്. റബ്ബർ വിലയിൽ കാര്യമായ വ്യതിയാനം ദൃശ്യമായില്ല. ടയർ കമ്പനികളും ചെറുകിട വ്യവസായികളും വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണ്. 4ാം ഗ്രേഡ് കിലോ 109 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8. കോഴിക്കോട് 34.4, 26.4. കൊച്ചി 32.4, 24.2. ആലപ്പുഴ 31.8, 24.9. പുനലൂർ 33.4, 24. തിരുവനന്തപുരം 32.3, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.